നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, സൂപ്പർ താരങ്ങളായ ഹാലൻഡ്, ഗോർഡിയോൾ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 32ാമത്തെ മിനിറ്റിൽ ഡിബ്രൂയ്നയുടെ അസിസ്റ്റിൽ നിന്നും ഹെഡറിലൂടെയാണ് ഗോർഡിയോൾ ഗോൾ നേടിയിട്ടുള്ളത്. പിന്നീട് 71ാം മിനിറ്റിൽ ഡിബ്രൂയ്നയുടെ തന്നെ അസിസ്റ്റിൽ നിന്ന് ഏർലിംഗ് ഹാലൻഡ് ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഈ സീസണിൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു താരമാണ് ഹാലൻഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസമായ റോയ് കീൻ നേരത്തെ ഹാലൻഡിനെ പരിഹസിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ 4ാം ഡിവിഷനിൽ കളിക്കുന്ന താരത്തെ പോലെയാണ് ഹാലൻഡ് എന്നായിരുന്നു റോയ് കീൻ പരിഹസിച്ചിരുന്നത്. ഇന്നലത്തെ മത്സരത്തിന് ശേഷവും ഹാലൻഡിനെ അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. ഇപ്പോൾ 2ാം ഡിവിഷനിൽ കളിക്കുന്ന താരത്തിന്റെ നിലവാരത്തിലെത്തി എന്നാണ് റോയ് കീൻ ഹാലൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹാലൻഡ് ഇപ്പോൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം 2ാം ഡിവിഷനിലെ ഒരു താരത്തിന്റെ നിലവാരത്തിൽ എത്തിയത്. ഒരു ഗോൾ സ്കോറർ എന്ന നിലയിൽ അദ്ദേഹം മികച്ച താരമാണ്. അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ക്വാളിറ്റിയിൽ എനിക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല. പക്ഷെ അദ്ദേഹം കളിക്കളത്തിൽ എത്തുന്ന സമയത്ത് ഡിബ്രൂനെ പോലെയുള്ള താരങ്ങളെ അദ്ദേഹത്തിന് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കളിയിൽ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇതാണ് റോയ് കീൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ആകെ 27 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 21 ഗോളുകളും 5 അസിസ്റ്റുകളും ഹാലൻഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. പരിക്ക് കാരണം ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. എന്നിരുന്നാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ ഇപ്പോൾ ഏർലിംഗ് ഹാലൻഡ് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.